പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന കാര്യം അത്രയ്ക്ക് പ്രാക്ടിക്കലൊന്നും അല്ല എന്ന് തോന്നും. നമ്മുടെ കുടുംബത്തിൽ എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും വിട്ടുകളയാനാണ് പറയണേ. ഈശോയെ പ്രതി സുവിശേഷത്തെ പ്രതി അങ്ങനെ വിട്ടുകളഞ്ഞവരൊക്കെ ഉണ്ടല്ലോ ചോ. പക്ഷെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് വിട്ടുകളയണേ? എന്നേക്കാൾ അധികം അവരെ സ്നേഹിക്കാതിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞേക്കണേ. ഒരു കുഞ്ഞുമായിട്ട് അപ്പൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പനോട് കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അപ്പൻ്റെ ഹൃദയം ഇത്രയ്ക്ക് വലുതാണോ? അയാൾ ചോദിക്കുക, എന്താ മോനെ അങ്ങനെ ചോദിച്ചേ? കുഞ്ഞ് അവൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൻ്റെ ഹൃദയം അത്രയ്ക്ക് വലുതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ഹൃദയത്തിൽ എനിക്കും ദൈവത്തിനും ഒരുപോലെ ഇടമുണ്ടാവണേ? അത്രയ്ക്ക് വലിപ്പമില്ലെങ്കിൽ എങ്ങനെയാണ് ആ ഹൃദയത്തിൽ എനിക്കും ദൈവത്തിനും ഒരുപോലെ ഇടമുണ്ടാവണേ? ബോധോദയമായിരുന്നു അയാൾക്ക് ആ ഒരു ചോദ്യം. ഇറങ്ങിപ്പോക്ക ഒരു വ്യാഴവട്ടക്കാലം 12 വർഷക്കാലത്തെ അലച്ചിട്ടിന് ശേഷം ഈ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അന്ന് ചോദ്യം ചെയ്യിച്ച കുഞ്ഞ് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. അവനെ അടുത്ത് വന്നിട്ട് ചേർത്ത് നിർത്തി അവന് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അപ്പം പറയുന്നുണ്ട്, മോനെ ഇത്രയും കാലം അപ്പം വിചാരിച്ചിരുന്നത് മനുഷ്യർക്ക് ഇടമുള്ള ഹൃദയത്തിൽ ദൈവത്തിനും സ്ഥാനമില്ലെന്നാണ്. എന്നാൽ ദൈവത്തിനിടമുള്ള ഹൃദയത്തിൽ നിന്ന് മനുഷ്യർക്ക് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്താകുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ദൈവത്തിനിടമുള്ള ഹൃദയത്തിൽ മനുഷ്യർക്കും ഇടമുണ്ടാവുന്നു. മനുഷ്യർക്ക് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്താകുന്നു. എന്നാൽ ദൈവത്തിനിടമുള്ള ഹൃദയത്തിൽ മനുഷ്യർക്ക് ഇടമുണ്ടാവുന്നു. കുഞ്ഞിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്താകും. ഭാര്യയ്ക്ക് മാത്രം, ഭർത്താവിന് മാത്രം, കുഞ്ഞുങ്ങൾക്ക് മാത്രം, മാതാപിതാക്കൾക്ക് മാത്രം, കുടുംബത്തിന് മാത്രം, ജോലിക്ക് മാത്രം, പഠനത്തിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് കർത്താവ് പുറത്താകുന്നു. എന്നാൽ കർത്താവിന് ഇടമുള്ള ഹൃദയത്തിൽ ഇവരെല്ലാവരും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ചോദ്യം. ശരിക്കും എന്നെ പ്രതി ഇവരെയൊക്കെ വേണ്ട എന്ന് വെക്കാനല്ല കർത്താവ് പറയണേ. ഇവരൊക്കെ സൈഡാണ്. ദൈവത്തിനിടമുള്ള ഇടത്തിൽ ഇവർക്കെല്ലാവർക്കും സ്ഥലമുണ്ട്, ഉറപ്പായിട്ട് സ്ഥലമുണ്ട്. അത്രയ്ക്ക് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണെന്ന് നമ്മൾ. വിശുദ്ധ ഫിലിപ്പ് നേരിയാണ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. ഈ മനുഷ്യൻ്റെ ഹൃദയം ഇങ്ങനെ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് വലിപ്പം വെച്ച് വാരിയെല്ലുകൾ പൊട്ടിച്ച് പുറത്തു വന്നിരുന്നു എന്നാണ് പറയണേ. ഒരു പെന്തക്കുസ്താ തിരുനാളിൻ്റെ അന്നാണ് ഒരു തീഗോളം അദ്ദേഹത്തിൻ്റെ വായിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. ആ ദൈവഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൂടേറ്റ് ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ഇങ്ങനെ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് വലിപ്പം വെച്ച് വാരിയെല്ലുകൾ പൊട്ടുന്നു. പിന്നീട് ജീവിതകാലം മുഴുവൻ ഫിലിപ്പ് നേരി പുണ്യാളൻ ജീവിച്ചത് പൊട്ടിയ വാരിയെല്ലുമായിട്ടാണെന്ന് പറയണേ. പത്രോസ്ലീഹയ്ക്ക് ശേഷം റോമായുടെ 2ാമത്തെ അപ്പസ്തോലനായിട്ട് അറിയപ്പെടുന്ന വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും എടുത്തു പറയേണ്ട കാര്യവും അതുതന്നെയാണ്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നിരന്തരം തുടിച്ചുകൊണ്ടിരുന്ന എൻലാർജ്ഡ് ആയ ഒരു ഹൃദയവുമായിട്ട് ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധൻ. തമ്പുരാനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, ഈ ലോകത്തേക്കാൾ അധികം, ജീവനേക്കാൾ അധികം, മറ്റെല്ലാവരേക്കാളും അധികം. അതുകൊണ്ട് കൂടെയുള്ളവർക്ക് അദ്ദേഹം സേവനം ചെയ്യാതിരുന്നില്ലല്ലോ, അവരെ ചേർത്ത് പിടിക്കാതിരുന്നില്ലല്ലോ, അവരെ കേൾക്കാതിരുന്നില്ലല്ലോ. ദൈവത്തിന് ഇടമുള്ള ഹൃദയത്തിൽ കുഞ്ഞിനും ഇടമുണ്ടാകുന്നു, ഭാര്യയ്ക്ക് ഇടമുണ്ടാകുന്നു, കൂടെയുള്ളവർക്ക് ഇടമുണ്ടാകുന്നു, ഭർത്താവിന് ഇടമുണ്ടാകുന്നു, പ്രിയപ്പെട്ടവർക്ക് ഇടമുണ്ടാകുന്നു, എല്ലാറ്റിനും ഇടമുണ്ടാകുന്നു. എന്നാൽ കുഞ്ഞിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്താകുന്നു. ശരിക്കും അവനാണോ ഇടം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കാണോ? ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിർബന്ധമായിട്ടും എൻ്റെ ഹൃദയത്തിൽ ആർക്കാണ് സ്ഥാനമെന്ന് മനസ്സിലാക്കി ഉറപ്പിക്കേണ്ട നിമിഷങ്ങൾ. കർത്താവേ, ഒന്നും വേണ്ടെന്നല്ലല്ലോ അങ്ങ് പറയണത്, അവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കണുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കൃത്യമായി ഉത്തരം പറഞ്ഞ് നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയാൻ മാത്രമുള്ള സ്നേഹം നൽകി അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മോനെ 12 വർഷങ്ങൾ വേണ്ടി വന്നു അപ്പന് മനസ്സിലാക്കിയെടുക്കാൻ ദൈവത്തിന് കുഞ്ഞിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്താകുന്നുവെന്ന്. എന്നാൽ ദൈവത്തിനിടമുള്ള ഹൃദയത്തിൽ കുഞ്ഞിനും ഇടമുണ്ടാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അധിനാഥനായി അങ്ങ് വരണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ഓൺ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുക. വേറെ ആർക്കും വിട്ടുകൊടുക്കാതെ നിനക്ക് മാത്രമായി കാത്തു സൂക്ഷിക്കുന്ന ഹൃദയം ഈശോയെ സ്വപ്നമായി അവശേഷിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.